ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ബിജെപിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്കാ സഭ മുഖപത്രം. മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമെന്ന CBCI പ്രസിഡന്റ് മറാൻഡുസ് താഴത്ത്. പ്രതിഷേധം അറിയിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രസനാധിപൻ യൂഹന്നോൻ മോർ മിലിത്തിയൂസ്. കോർപ്പറേഷന്റെ മൾട്ടി ലെവൽ പാർക്കിംഗ് ടവറിൽ വീണ്ടും കാർ കുടുങ്ങി. കോർപ്പറേഷന്റേത് കുറ്റകരമായ നാസ്തിയെന്ന പ്രതിപക്ഷ നേതാവ് രാജൻ ജയ്പാലൻ. വടക്കാഞ്ചേരി അകമലയിൽ കടുവ ഇറങ്ങിയതായി സൂചന. 6 ഇഞ്ചോളം വ്യാസമുള്ള കാൽപ്പാടുകളാണ് ചെളിയിൽ പതിഞ്ഞിട്ടുള്ളത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ചാവക്കാട് തിരുവത്രാത്താണി ദേശീയപാത 66-ൽ പാലത്തിന് മുകളിൽ വിള്ളൽ രൂപപ്പെട്ടത് 50 മീറ്ററിലേറെ. വാർത്ത വന്നതോടെ കരാർ കമ്പനിയുടെ നേതൃത്വത്തിൽ സിമന്റും ചാറും ഉപയോഗിച്ച് താൽക്കാലികമായി വിള്ളൽ അടച്ചു. സ്ഥലത്ത് വിദഗ്ധ പരിശോധന നടത്തി കൂടുതൽ നടപടികൾ സ്വീകരിക്കും. കഴിഞ്ഞ ദിവസമാണ് ഇതുവഴി നടക്കാനിറങ്ങിയ യുവാക്കളായ അബ്ദു സമ്മദ്, കല്ലായിൽ ഷമീർ എന്നിവർ ദേശീയപാതയിലെ വിള്ളൽ കണ്ടത്. റോഡിൽ വിള്ളൽ കണ്ടതോടെ ആശങ്കയിലാണ് ജനങ്ങൾ. മാസങ്ങൾക്ക് മുൻപ് ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപവും റോഡിൽ വിള്ളൽ രൂപപ്പെട്ടിരുന്നു. തിരുവത്ര ഈ പ്രദേശത്ത് ഈ പാലത്തിൽ ഇന്നലെ രാത്രിയാണ് 40 മീറ്ററോളം നീളത്തിൽ ഒരു വിള്ളൽ രൂപം കൊണ്ടതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. ഇവിടെ അതിൻ്റെ ഭാഗമായി NHAയുടെ കമ്പനി, ശിവാലയ കമ്പനിയാണ്, അവർ ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തി ഈ ക്രാക്ക് എത്രത്തോളം ആഴത്തിലേക്ക് പോയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചൊരു പരിശോധന നടത്തുന്നുണ്ട്. പരിശോധനയ്ക്ക് ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അവർ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അല്ല അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ബിറ്റ്മൻ കോൺക്രീറ്റ് ഇടുന്ന എല്ലാ പ്രദേശത്തും ചില സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ വരാനുള്ള സാധ്യത നിലവിലുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ട് മാത്രമേ അവർ ഈ നിർമ്മാണ പ്രവർത്തനം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. 15 വർഷം അവർക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ടും അതിൻ്റെ മെയിൻ്റനൻസ് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരേറ്റവും ശ്രദ്ധാപൂർവം തന്നെയാണ് പണികൾ നടത്തുന്നത് എന്നാണ് നമ്മൾ ഇതിൻ്റെ കമ്പനിയുടെ അധികൃതരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത്. അല്ല, ഇത് ഈ മഴയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഈ ബിറ്റ്മനൊക്കെ ഇട്ടുകൊടുത്ത് ചെറിയ ഇതേപോലുള്ള വിള്ളലുകൾ വരാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി കൊണ്ട് തന്നെയാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അല്ല, അതിപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കും, ലെറ്റർ കൊടുക്കും. നാഷണൽ ഹൈവേയുടെ ഹൃദയഭാഗത്താണ് ഇപ്പോൾ ഈ വിള്ളൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത്തരം ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് കാലങ്ങളും ഒരുപാട് ആളുകളും ഒരുപാട് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളാണ്. ഇത് ഈ രൂപത്തിൽ തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ കണ്ടാൽ ഇത് അവസാന നിമിഷത്തിലേക്ക് എന്താവും? ഞാൻ എൻ്റെ സുഹൃത്തും കൂടിയിട്ട് ഇന്നലെ വൈകിട്ട് നടക്കാൻ ഒരു 6-6:30 ആകുമ്പോൾ നടക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്താണ് ഇങ്ങനെ ജസ്റ്റ് വിള്ളൽ കാണാൻ സ്ഥിതിയായത്. ഏകദേശം ഒരു 50 മീറ്ററോളം ഇങ്ങനെ വിള്ളൽ വന്നിട്ടുണ്ട്. ഈ വിള്ളൽ കാണുന്നത് അതിൻ്റെ മുകളിൽ ജസ്റ്റ് സിമെൻറ്റ് ഇട്ടിട്ട് ജസ്റ്റ് കോട്ടിംഗ് എന്നുള്ള രീതിയിൽ മറച്ചിട്ടുള്ള രീതിയിലാണ് വിള്ളൽ കാണാൻ പറ്റിയിട്ടുള്ളത്. ഇത് ജസ്റ്റ് കണ്ണിൽ പൊടിയിടാന്ന് പറയില്ലേ, ആ ഒരു രീതിയിലായിരുന്നു ഈ വിള്ളൽ അവർ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇനി മഴ പെയ്യുന്ന സമയത്ത് ഇത് ഓപ്പണും കൂടി ആയിട്ടില്ല ഈ റോഡ്. ഇനി ഓപ്പൺ ആവുന്ന സമയത്ത് വലിയ ഹെവി വെഹിക്കിൾ കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഇതിനെക്കാട്ടി കൂടുതൽ വിള്ളൽ വരാനും ചാൻസസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അപകടം കണ്ടു കഴിഞ്ഞിട്ടുള്ളൂ. രണ്ടാമതും ഇതുപോലത്തെ ഒരു അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഞങ്ങൾ അധികാരികൾക്ക് എത്തിക്കാമെന്നുള്ള രീതിയിൽ വീഡിയോ എടുത്തിട്ട് കാണിച്ചു കൊടുത്തത്. അഭിജിത്ത് തലച്ചിറ വിവരങ്ങളുമായി തത്സമയം ചേരുന്നു. അഭിജിത്ത്, യുവാക്കൾ പറഞ്ഞതനുസരിച്ച് വളരെ വലിയൊരു ആശങ്ക തന്നെയാണ് അവർ പങ്കുവച്ചത്. ദേശീയപാതയിൽ ഇത്തരത്തിലുള്ള വിള്ളൽ രൂപപ്പെടുന്നത് വലിയ ആശങ്കയിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യം. നേരത്തെ ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപവും ഇത്തരത്തിൽ റോഡിൽ വിള്ളൽ രൂപപ്പെട്ടിരുന്നു. ഇന്നിപ്പോൾ തിരുവത്ര അത്താണി ദേശീയപാതയിൽ പാലത്തിലാണ് ഇത്തരത്തിലുള്ള വിള്ളൽ സംഭവിച്ചിരിക്കുന്നത്. വിള്ളൽ ഉണ്ടായപ്പോൾ തന്നെ സിമന്റ് പൊടിയിട്ട് മറച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് അവിടെ പ്രതിഷേധം ശക്തമാണോ? കരാർ കമ്പനിയുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു? തീർച്ചയായും ലിറ്റി, നമുക്കറിയാം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ദൃശ്യങ്ങൾ കുറച്ചുകൂടി കാണിക്കാമെന്ന് തോന്നുന്നു. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണിത്. കാരണം ഇന്നലെ രാത്രിയാണ് ഈ സമീപത്തെ 2 യുവാക്കൾ രാത്രിയിൽ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പാലത്തിലൂടെ അപ്രോച്ച് റോഡിലൂടെ നടന്നപ്പോഴാണ് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് സിമൻറ്റ് ഒലിച്ച് ഇറങ്ങുന്നൊരു ഭാഗം കണ്ടെത്തിയപ്പോൾ അവർ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഈ പണി പൂർത്തിയാക്കി ഓപ്പൺ ചെയ്ത് കൊടുക്കാതെ കിടക്കുന്ന ഈ അപ്രോച്ച്
അപ്രോച്ച് റോഡിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിള്ളൽ കണ്ടെത്തിയത്. പിന്നീട് അവർ പരിശോധിച്ചപ്പോഴാണ് ഈ നേരത്തെ വിള്ളൽ കണ്ടെത്തിയ ഭാഗത്ത് കോൺക്രീറ്റ് കൊണ്ട് മൂടിയിരിക്കുന്ന അവസ്ഥയായിരുന്നു. അത് ഈ ശക്തമായ മഴയിൽ അത് ഒലിച്ചിറങ്ങുമ്പോഴാണ് ഈ യുവാക്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ അത് നമ്മൾ TCVയിലാണ് ആദ്യമേ അറിയിക്കുന്നത്. TCV ആണ് ഈ വാർത്ത ആദ്യം തന്നെ പുറം ലോകത്ത് എത്തിക്കുന്നത്. കാരണം നമുക്കറിയാം മലപ്പുറത്തെ ദേശീയപാതയിലുണ്ടായ വലിയ അപകടത്തിൻ്റെ ഞെട്ടൽ വിട്ടൊഴിയും മുമ്പാണ് സമാനമായ രീതിയിൽ ഇപ്പോഴുണ്ടായേക്കുന്ന ഈ ദേശീയപാത 66 ഏകദേശം ഇത് അത്താണി മേൽപ്പാല അപ്രോച്ച് റോഡെന്നാണ് അറിയപ്പെടുന്നത്. കാരണം തിരുവത്ര അത്താണി അപ്രോച്ച് റോഡാണ്. ഇതിന് ഏകദേശം 1 കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ അപ്പുറത്ത് അപ്രോച്ച് റോഡുള്ളത്. മണത്തല, അവിടെയാണ് നേരത്തെ നമ്മുടെ റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് മുൻപിലായും ഇത്തരത്തിൽ അതായത് മാസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിള്ളൽ കണ്ടെത്തിയത്. ഇതിന് സമാനമായി തന്നെയാണ് ഈ അപ്രോച്ച് റോഡിലും ഇപ്പോൾ വിള്ളൽ കണ്ടെത്തിയത്. കാരണം ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. കാരണം എത്രത്തോളം നീളത്തിലാണ് ഈ വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത് എന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ അപകടകരമായ സാഹചര്യം എന്ന് പറയുന്നത് മലപ്പുറത്തുണ്ടായ നമ്മൾ കണ്ടതാണ്. അതായത് സൈഡ് ഭിത്തി ഇടിഞ്ഞ് പൂർണ്ണമായും താഴേക്ക് നീങ്ങുന്നതാണ്. അതിന് സമാനമായി തന്നെ ഈ ഭിത്തിയോട് ചേർന്നാണ് ഈ വിള്ളൽ കണ്ടെത്തിയത് എന്നുള്ളത് വലിയ രീതിയിലുള്ള ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. കാരണം അത്രത്തോളം അപകട സാധ്യത നിറഞ്ഞൊരു സ്ഥലമാണ്. ഈ സമീപ പ്രദേശത്ത് വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ നമുക്ക് നേരത്തെ ഇവിടെ കാണാൻ കഴിഞ്ഞത് വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് തഹസീൽദാർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. കാരണം അപ്പോൾ ഭൂമിയുടെ ഒരു ഉറപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. അത് ഒരു ആശങ്കയ്ക്കിടയാക്കുന്നു. സമീപവാസികൾക്ക് അടക്കം അത്തരമുള്ള ആശങ്കകളും ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും 50 മീറ്ററിലധികം ദൂരത്തിലാണ് ഇത്തരത്തിൽ വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് ഈ വിള്ളൽ കണ്ടെത്തിയ ഭാഗത്ത് നേരത്തെ കോൺക്രീറ്റ് ഇട്ട് മൂടിയിരുന്നു എന്ന് പറയുന്ന ഭാഗത്ത് അവർ വീണ്ടും അത് ഇളക്കി പരിശോധിക്കുകയാണ്. കാരണം ഈ അപ്രോച്ച് റോഡിൽ എത്ര ആഴത്തിൽ ഈ വിള്ളൽ ഉണ്ട്, ഇനി അതിന് കൂടുതൽ പാച്ച് വർക്ക് വേണ്ടി വരുമോ എന്നുള്ള അതിനറിയാൻ വേണ്ടി തന്നെ അത് ഇളക്കി പരിശോധിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ഇളക്കി പരിശോധിക്കുമ്പോൾ തന്നെ അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. കാരണം നേരത്തെ ഒരു വിള്ളൽ മാത്രം ഉണ്ടായിരുന്നുവെങ്കിൽ എത്രത്തോളം നീളത്തിലാണ് ഇത് ഇപ്പോൾ ഇവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അവിടെ ഈ വിള്ളൽ കണ്ടെത്തിയ ഭാഗമെല്ലാം തന്നെ പൂർണ്ണമായും അത് ഇളക്കി വീണ്ടും അതിന് മുകളിൽ ടാറിട്ട് വിള്ളൽ അടയ്ക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ നമ്മൾ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ അടക്കം സ്ഥലത്തെത്തിയിരുന്നു. അവരോട് നമ്മൾ കാര്യങ്ങൾ തിരക്കി. അപ്പോൾ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും പറഞ്ഞൊരു വളരെ ഒരു വിശദീകരണം വളരെ വ്യത്യസ്തമായിരുന്നു. കാരണം ബിറ്റുമിൻ ടാറിങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടാറിങ്ങുകൾ നടക്കുമ്പോൾ ഇത്തരം ചെറിയ വിള്ളലുകൾ സ്വാഭാവികമാണെന്നുള്ള വളരെ ലഘൂകരിച്ചുകൊണ്ട് ആ ഒരു ആശങ്കയുടെ വ്യാപ്തി എത്രത്തോളം ലഘൂകരിച്ചുകൊണ്ടാണ് അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ളൊരു മറുപടി ഈ ചെയർപേഴ്സൺ അടക്കമുള്ളവർ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ പറഞ്ഞത് എന്നത് എത്ര ലാഘവത്തോടെയാണ് ഇത്തരം കാര്യങ്ങളെ കാണുന്നത് എന്നതിനുള്ള തെളിവ് കൂടിയാണ്. അത് പ്രദേശവാസികളിൽ അടക്കം അത്തരത്തിലുള്ള കാര്യങ്ങളിലും എതിർപ്പുണ്ട്. നേരത്തെ ഇന്നലെ നമുക്ക് ഈ വാർത്ത ആദ്യം തന്ന, അതായത് ഇത് കണ്ട പ്രദേശവാസിയായ 2 യുവാക്കളുടെ ബൈറ്റ് നേരത്തെ നമ്മൾ കൊടുത്തിരുന്നു. അവർ കൃത്യമായി പറയുന്നുണ്ട്, ഈ മഴ പെയ്തപ്പോൾ തന്നെ ഒലിച്ചിറങ്ങുന്നു. ഇത്തരത്തിലുള്ളൊരു സാഹചര്യം വീണ്ടും ആവർത്തിക്കപ്പെട്ടാൽ ഈ ഒരു സൈഡ് ഭിത്തിയോട് ചേർന്നുള്ളതായതിനാൽ തന്നെ കനത്ത മഴ പെയ്യുമ്പോൾ ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി വലിയ വാഹനങ്ങൾ, ഹെവി വെഹിക്കിൾസ് അടക്കം, ടോറസ് അടക്കമുള്ള വാഹനങ്ങൾ നിരന്തരം പോകേണ്ട ഒരു പാതയാണ്. അതും ഈ സൈഡ് വഴിയൊക്കെ പോകുമ്പോൾ എത്തരത്തിലാകും ഇത് അപകടങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധ്യത എന്നുള്ളൊരു ആശങ്കയാണ് പ്രദേശവാസികളിൽ നിന്നടക്കം ഉയരുന്നത്. എന്തായാലും ഇപ്പോൾ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ജീവനക്കാരെത്തി ഇപ്പോൾ ഈ ഭാഗം ഏകദേശം ഒരു അടിയോളം താഴ്ചയിൽ കുഴിച്ച് മറ്റ് വ്യാപ്തിയുള്ള വിള്ളലുകളാണോ എന്ന് കണ്ടെത്തുകയെന്ന പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വീണ്ടും ഇത്തരത്തിൽ ടാറിങ് നടത്തി ഈ വിള്ളലടച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ അതോറിറ്റിയോട് തേടിയിട്ടുമുണ്ട് നിലവിൽ. അഭിജിത്ത് പറഞ്ഞതുപോലെ ലഘൂകരിക്കാനാണ് കരാർ കമ്പനി ശ്രമിക്കുന്നത്. സാധാരണ സംഭവിക്കാവുന്ന ഒരു കാര്യം എന്നുള്ള ഒരു രീതിയിലേക്ക് കരാർ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വിശദീകരണം ഉണ്ടാകുന്നു. ഇതിപ്പോൾ തുറന്നു കൊടുക്കാത്ത റോഡാണ്. ഇനി പൂർത്തീകരിച്ച് വരുന്ന തുറന്നു കൊടുക്കുന്ന റോഡുകളുടെ അവസ്ഥയിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നുള്ളത് ഒരു സൂക്ഷ്മമായ പരിശോധനയിലൂടെ മാത്രമല്ലേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് വ്യക്തമായ ഒരു പരിശോധന ആവശ്യമായി വരില്ലേ?
തീർച്ചയായും, കാരണം നമുക്കറിയാം ദേശീയപാത 66 തന്നെ നിരന്തരമായി ഇത്തരത്തിൽ, അതായത് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള ആശങ്കകൾക്ക് ഇടയാക്കുന്നുണ്ട്. ഇത് കൃത്യമായ പരിശോധനകൾ നടത്തിയതിന് ശേഷം മാത്രമേ പരിശോധനകൾ നടത്തിയ ശേഷം മാത്രമേ ഈ റോഡ് തുറന്നു കൊടുക്കാനടക്കം പാടുള്ളൂ എന്ന് കൃത്യമായി പ്രദേശവാസികൾ പറയുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള അപകടങ്ങൾക്ക് വഴിവെച്ചേക്കാം എന്നുള്ള സാഹചര്യവും ആണ് മുൻകൂട്ടി പ്രദേശവാസികൾ പറയുന്നത്. കാരണം മലപ്പുറം ആ ഒരു അപകടം തന്നെ നമുക്ക് മുന്നിൽ ഇപ്പോഴും സാക്ഷ്യപത്രമായി നിലനിൽക്കുകയാണ്. കാരണം വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിൽ നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയുടെ ഭിത്തി പൂർണ്ണമായും ഇടിഞ്ഞ് വാഹനങ്ങൾക്ക് മുകളിലേക്കടക്കം വീണത്. അത് വലിയ രീതിയിലുള്ള ദുരന്തത്തിലേക്ക് വഴിവെക്കാതിരുന്നത് സംയോജിതമായി തന്നെ അന്നേരം ആ കാറുകളിലുണ്ടായിരുന്ന യാത്രക്കാർ ചാടി ഇറങ്ങി രക്ഷപ്പെട്ടത് കൊണ്ടാണ്. അപ്പം അത്തരത്തിൽ സമാനമായ രീതിയാണ് ഇവിടെയും നിലനിൽക്കുന്നത്. കാരണം ദേശീയപാതയിൽ നേരത്തെ പറഞ്ഞു, ഈ സമീപ പ്രദേശത്ത് വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. അത് ഈ അപ്രോച്ച് റോഡ് വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടായത്. ആ വെള്ളക്കെട്ട് മൂലം ഇപ്പോൾ പ്രദേശവാസികൾ ദുരിതത്തിലാണ്. ഈ സമാനമായ രീതിയിൽ ഇങ്ങനെ വെള്ളം സ്ഥിരമായി കെട്ടിക്കിടക്കുന്നൊരു സ്ഥലത്ത് എത്രത്തോളം ഭൂമിക്ക് ഉറപ്പുണ്ടാകും, മണ്ണിന് ഉറപ്പുണ്ടാകും എന്നത് സംബന്ധിച്ചിട്ടുള്ള വലിയ ആശങ്ക പ്രദേശവാസികൾ പങ്കുവെക്കുന്നു. ഈ ഭിത്തി ഓരം ചേർന്നാണ്, ഈ ഭിത്തിയോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് ഇപ്പോൾ ഈ 50 മീറ്ററിലധികം നീളത്തിൽ വിള്ളൽ രൂപപ്പെട്ടത് എന്നത് തന്നെ വലിയ രീതിയിൽ ആശങ്കയുമുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ഹെവി വെഹിക്കിൾസ് അടക്കം പൂർണ്ണമായും ലോഡോടുകൂടി ഈ ഭാഗത്തൂടെയൊക്കെ സഞ്ചരിക്കേണ്ട സാഹചര്യം തീർച്ചയായും ഉണ്ടാകും. കാരണം ദേശീയപാതയിലൂടെ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതാണ്, ട്രക്കുകളടക്കം. അപ്പോൾ ഇത്തരം വലിയ വാഹനങ്ങൾ, അതായത് ഭാരവാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള വശങ്ങൾ ഇടിയാനുള്ള സാധ്യതയും ഈ പ്രദേശവാസികൾ ആശങ്കയായി പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ വിള്ളൽ രൂപപ്പെട്ട ഭാഗത്ത് പൂർണ്ണമായും അത് ഇളക്കി ആഴത്തിൽ ഇത്തരത്തിലുള്ള വിള്ളലുകളുണ്ടോ, മണ്ണിന് ബലക്കുറവുണ്ടോ എന്നത് സംബന്ധിച്ചിട്ടുള്ളൊരു പ്രാഥമിക പരിശോധനയാണ് ഇപ്പോൾ ഇവിടെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ വീണ്ടും പൂർവ്വസ്ഥിതിയിൽ ടാർ ഇടാനുള്ള നീക്കമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇത് പരിശോധനകൾക്ക് വിധേയമാക്കിക്കൊണ്ട് മാത്രമേ, പൂർണ്ണമായും സുരക്ഷാ യാത്ര ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള റോഡ് തുറന്നു കൊടുക്കാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് പ്രദേശവാസികൾ അടക്കമുള്ളവർ പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള, കാരണം മണത്തല നേരത്തെ സൂചിപ്പിച്ചു അപ്രോച്ച് റോഡ്, അപ്പുറത്തെ ഇതിന് തൊട്ടപ്പുറത്തെ അപ്രോച്ച് റോഡാണ്. അവിടെയാണ് വിശ്വനാഥ ക്ഷേത്രത്തിന് മുൻപായി ഇതിന് സമാനമായ രീതിയിൽ നേരത്തെയും വിള്ളൽ രൂപപ്പെട്ടത്. എന്തായാലും ഇപ്പോൾ നിരന്തരമായ ദേശീയപാതകൾ ഇത്തരത്തിൽ വിള്ളൽ രൂപപ്പെടുന്നത് വലിയ രീതിയിലുള്ള ആശങ്കയ്ക്കാണ് ഇട നൽകുന്നത്. ലിറ്റി. ശരി അഭിജിത്ത്, എന്തായാലും ചാവക്കാട് തിരുവത്രത്താണ് ദേശീയപാത 66 പാലത്തിന് മുകളിലാണ് വീണ്ടും ഇപ്പോൾ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. ചാവക്കാട് ദേശീയപാതയിൽ നേരത്തെയും വിള്ളൽ രൂപപ്പെട്ടിരുന്നു. കരാർ കമ്പനി നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ഈ ഒരു വിള്ളലിനെ കണ്ടത്. ഇത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒന്ന് മാത്രമാണെന്നാണ് കരാർ കമ്പനിയുടെ വിശദീകരണം. എന്തായാലും വ്യക്തമായ സുരക്ഷാ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഇത്തരം റോഡുകൾ തുറന്നു കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് നാട്ടുകാർ. അഭിജിത്ത് തലച്ചിറയാണ് തത്സമയം വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭയുടെ മുഖപത്രം. ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ ഒഴിച്ച് എല്ലായിടത്തും അരക്ഷിതാവസ്ഥയിലാണ്. ഛത്തീസ്ഗഡിലും ഒറീസയിലുമടക്കം കന്യാസ്ത്രീകൾക്ക് കുറ്റപത്രവും കേരളത്തിൽ പ്രശംസാപത്രവും നൽകുന്ന രാഷ്ട്രീയം മതേതര സമൂഹം തിരിച്ചറിയുന്നുണ്ട്. BJPയുടെ വാക്കും പ്രവൃത്തിയും പൊരുത്തത്തിലല്ലെന്ന് കേരള ഘടകത്തെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നുവെന്നും എഡിറ്റോറിയലിൽ നിലപാട് വ്യക്തമാക്കി. കന്യാസ്ത്രീകളല്ല ബന്ദി, മതേതര ഭരണഘടന എന്ന തലക്കെട്ടോടെയാണ് എഡിറ്റോറിയൽ. BJP അധികാരത്തിലെത്തിയ 2014 മുതൽ 2024 വരെ ക്രൈസ്തവർക്കെതിരെ 4316 അക്രമ സംഭവങ്ങൾ ഉണ്ടായതായാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ റിപ്പോർട്ടെന്നും മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. അതേസമയം ഇന്ത്യൻ ഭരണഘടനയ്ക്കും മതസ്വാതന്ത്ര്യത്തിനും മേലുള്ള കടന്നുകയറ്റമാണ് ഛത്തീസ്ഗഡിൽ നടന്നതെന്ന് CBCA പ്രസിഡന്റ് മരാൻറ്റൂസ് താഴത്ത് പറഞ്ഞു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധമറിയിച്ച ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രസനാധിപൻ യൂഹന്നാൻ മോർ മിലിത്തിയോസ്. എന്തിനാ പ്രതിഷേധിക്കുന്നേ? അവിടുത്തെ പെരുന്നാളിന് ഡൽഹിയിൽ ഒന്നുകൂടെ വിളിച്ച് ആദരിച്ചാൽ പോരെന്ന പരിഹാസമായി ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ യൂഹന്നാൻ മോർ മിലിത്തിയോസ് രംഗത്തെത്തിയത്. ഫേസ്ബുക്കിലൂടെയാണ് യൂഹന്നാൻ മോർ മിലിത്തിയോസിന്റെ പ്രതികരണം. കോർപ്പറേഷന്റെ മൾട്ടി ലെവൽ പാർക്കിംഗ് ടവറിൽ വീണ്ടും കാർ കുടുങ്ങി. സാങ്കേതിക തകരാറിനെ തുടർന്നാണ് കാർ പുറത്തേക്ക് എടുക്കാൻ പറ്റാതായത്.
വില്ലടം സ്വദേശി രാജന്റെ കാറാണ് കുടുങ്ങിയത്. 1.5 മാസം മുൻപ് സമാന രീതിയിൽ മൾട്ടി ലെവൽ പാർക്കിംഗിൽ കാർ കുടുങ്ങിയിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ 5 മാസത്തിന് ശേഷമാണ് മൾട്ടി ലെവൽ പാർക്കിംഗ് ടവർ തുറന്നു നൽകിയത്. കഴിഞ്ഞ ജൂണിൽ തുറന്നു നൽകിയ ടവറിൽ 22ാമത്തെ കാറാണ് കുടുങ്ങുന്നത്. തുടർച്ചയായി പാർക്കിംഗ് ടവറിൽ കാർ കുടുങ്ങുന്നതിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. കോർപ്പറേഷൻ അധികൃതരുടെ അനാസ്ഥയാണ് ഇത്തരം സംഭവം ആവർത്തിക്കാൻ കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജയപല്ലൻ പറഞ്ഞു. കുറ്റമറ്റ രീതിയിൽ പാർക്കിംഗ് ടവർ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അടച്ചുപൂട്ടണമെന്നും രാജൻ പല്ലൻ ആവശ്യപ്പെട്ടു. എൻ്റെ അറിവനുസരിച്ച് 25ാമത്തെ 30ാമത്തിനുള്ളിലുള്ള ആളുകളാണ് ഈ ഇതിൽ കുടുങ്ങിയിട്ടുള്ളത്. 1 കോടി രൂപ ചെലവ് ചെയ്താണ് 14 വണ്ടി കാറ് പാർക്ക് ചെയ്യാവുന്ന സംവിധാനം ഒരുക്കിയത്. 1 കോടി രൂപ ചെലവ് ചെയ്തിട്ട് ഇത് ഒരുക്കിയത്. ഇത് ഉദ്ഘാടനത്തിന് ശേഷം 3-4 മാസക്കാലം പ്രവർത്തിക്കാതെ കിടന്നു. അങ്ങനെ കൗൺസിലിനകത്തും പുറത്തും കൗൺസിലർമാർ പ്രതിഷേധമായി വന്നപ്പോഴാണ് പ്രവർത്തിച്ചു തുടങ്ങിയ ശേഷം എൻ്റെ അറിവനുസരിച്ച് 20-30ഓളം വാഹനങ്ങൾ ഇതേപോലെ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട്. മണിക്കൂറോളം ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സാങ്കേതികമായ തടസ്സങ്ങൾ, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു സംഭവം നമ്മൾ തയ്യാറാക്കുമ്പോൾ, ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുമ്പോൾ അതിനുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ വശങ്ങളുള്ള കൃത്യമായി അറിയാവുന്ന ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ നിർവഹിക്കേണ്ടതാണ്. ഇത് നിർവഹിച്ചില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സഹോദരൻ വിൽവട്ടം മേഖലയിലുള്ള രാജൻ എന്ന് പറയുന്ന വ്യക്തി. അയാളുടെ മകള് ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യത്തിന് വന്നതാണ്. ഇപ്പോൾ ഏകദേശം 1.25 മണിക്കൂറായി ഇവിടെ നിൽക്കുന്നു. അവിടെ സ്വന്തം വാഹനം ഒന്ന് പുറത്തേക്ക് ഇറക്കി കിട്ടാൻ. ഇത് ആദ്യത്തെ അനുഭവം അല്ലാട്ടാ. 30ഓളം ആളുകൾ ഇതേപോലെ കുടുങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊരു 11 മണിക്ക് വന്നിട്ടുണ്ടായിരിക്കും. വന്നിട്ട് വണ്ടി ഇവിടെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, അച്ഛനും ഭരിച്ചിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൊടുത്തിട്ട് അത് പോകാനായിട്ടായിരുന്നു. പക്ഷെ അതെല്ലാം ആ കാര്യങ്ങളൊക്കെ സ്പീഡായി നടന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ വണ്ടി എടുക്കാൻ സാധിക്കുന്നില്ല. ഇവിടുത്തെ കഴിഞ്ഞു. അത് പറയാൻ ഒരു 3/4 മണിക്കൂറോളായി. ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളോട്. വണ്ടി ഇറങ്ങണില്ല. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. വടക്കാഞ്ചേരി അകമലയിൽ കടുവ ഇറങ്ങിയതായി സൂചന. ഇന്ന് രാവിലെയാണ് അകമല കൂഴിയോട് വെള്ളാങ്കുണ്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ വനത്തിനോട് ചേർന്നുള്ള പറമ്പിൽ കടുവയുടേതെന്ന് തോന്നിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത്. 6 ഇഞ്ചോളം വ്യാസമുള്ള കാൽപ്പാടുകളാണ് ചെളിയിൽ പതിഞ്ഞിട്ടുള്ളത്. കാട്ടുപന്നിയെ വേട്ടയാടുന്നതിനിടെ കടുവ എത്തിയതാണ് എന്നാണ് സംശയം. കഴിഞ്ഞ ദിവസം ഇവിടെ കാട്ടാന ഇറങ്ങി നാശനഷ്ടം വരുത്തിയിരുന്നു. കാട്ടാനയ്ക്ക് പുറമെ ഇപ്പോൾ കടുവയുടേതെന്ന് കരുതുന്ന കാൽപ്പാടുകൾ കണ്ടതോടെ സമീപവാസികൾ ഭീതിയിലാണ്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. എന്നാൽ കാൽപ്പാട് കടുവയുടേതാണെന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാനപാത ഇറവിൽ പെരുമ്പുഴ പാടത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞു. കാർ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇതുവഴി വന്നിരുന്ന ബൈക്ക് യാത്രക്കാരനെ ഇടിച്ച ശേഷമാണ് കാർ വെള്ളം നിറഞ്ഞുകിടന്ന തോട്ടിലേക്ക് വീണത്. ബൈക്ക് യാത്രക്കാരനെ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയാണ് സംഭവം. എസ്എൻപുരം സ്വദേശി കോഴിശ്ശേരി വീട്ടിൽ അജിത് കുമാറാണ് കാർ ഓടിച്ചിരുന്നത്. ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് സംവിധാനമുള്ള കാറിൽ അബദ്ധത്തിൽ റിവേഴ്സ് മോഡിട്ട് ആക്സിലേറ്റർ കൊടുത്തതാണ് അപകടത്തിന് കാരണമായത്. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പുറകോട്ട് നീങ്ങി റോഡിൽ വട്ടം കറങ്ങി അതുവഴി വന്ന ബൈക്ക് യാത്രക്കാരനെ ഇടിച്ച ശേഷം സമീപത്തുള്ള വെള്ളം നിറഞ്ഞുകിടക്കുന്ന തോട്ടിലേക്ക് മറിയുകയായിരുന്നു. അജിത് കുമാറിനെ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് പുറത്തെത്തിച്ചത്. ഗുരുവായൂർ ചവലൂർ പടിയിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. പൊന്നാനി ചെറിയന്തോനിക്കനകത്ത് ആബിദിനാണ് പരിക്കേറ്റത്. ചവലൂർപടി പാലത്തിന് സമീപമായിരുന്നു അപകടം. പരിക്കേറ്റയാൾ ആക്സ് പ്രവർത്തകർ ചുണ്ടല്ലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
വാർദ്ധക്യകാല പെൻഷൻ വ്യാപകമായതോടെ വയോജനങ്ങളെ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നടതള്ളുന്ന പ്രവണതയ്ക്ക് മാറ്റം വന്നതായി NK അക്ബർ MLA പറഞ്ഞു. ഗുരുവായൂർ YMCA കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. പെൻഷൻ ലഭിക്കുന്നതിനാൽ വയോജനങ്ങളെ സംരക്ഷിക്കാൻ മക്കളും ബന്ധുക്കളും തയ്യാറാകുന്നുണ്ട്. കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകൾക്ക് നിർണായക പങ്കുവഹിക്കാൻ കഴിഞ്ഞതായും MLA പറഞ്ഞു. പ്രസിഡന്റ് ബാബു വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഓട്ടോണമസ് പദവി ലഭിച്ച ലിറ്റിൽ ഫ്ലവർ കോളേജിനുള്ള പുരസ്കാരം പ്രിൻസിപ്പൽ സിസ്റ്റർ ജെന്നി തെരേസ ഏറ്റുവാങ്ങി. വിവിധ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. തൃശൂർ സബ് റീജിയണൽ ചെയർമാൻ ജോൺസൺ മാറോക്കി, CD ജോൺസൺ, ജിഷോ എസ് പുത്തൂർ, ജോസ് ലൂവിസ്, ലോറൻസ് നീലങ്കാവിൽ, നീന ജോൺസൺ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി മങ്ങാട് ക്ഷീര വ്യവസായ സഹകരണ സംഘമായ പാൽ സൊസൈറ്റിയിൽ ക്ഷീര കർഷകർക്ക് നൽകാനുള്ള തുക നൽകാത്തതിൽ BJP പ്രതിഷേധിച്ചു. CPMന്റെ അധീനത്തിലുള്ള ഭരണസമിതി പണം തിരിമറി നടത്തി കർഷകരെ വഞ്ചിച്ചുവെന്നും ഭരണസമിതി രാജിവെക്കണമെന്നും ക്ഷീര കർഷകർക്ക് കൊടുക്കാനുള്ള തുക ഉടൻ കൈമാറണമെന്നും BJP ആവശ്യപ്പെട്ടു. BJP എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി ഇൻചാർജ് രാജേഷ് കുട്ടഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷനായി. മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സതീശൻ ചേറ്റുട്ടി, പ്രവീൺ ചിറ്റണ്ട, മനീഷ് മങ്ങാട്, ഉദയൻ നെല്ലുവായ്, സുരേഷ് കുന്നത്തേരി എന്നിവർ നേതൃത്വം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇരിങ്ങാലക്കുട നഗരസഭ BJP കൌൺസിലർമാർ ഉപവാസ സമരം നടത്തി. UDF ഭരിക്കുന്ന ഇരിങ്ങാലക്കുട നഗരസഭയുടെ ഭരണസ്തംഭനം ആരോപിച്ചും നഗരസഭയിലെ മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുമായിരുന്നു സമരം. ഠാണ സെന്ററിൽ നടന്ന സമരം BJP സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് E. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ടൗൺ ഏരിയ പ്രസിഡന്റ് ലിഷോൺ ജോസ് അധ്യക്ഷത വഹിച്ചു. ടൗൺ ജനറൽ സെക്രട്ടറി KM ബാബുരാജ്, ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചിറാക്കുളം, ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് അജയ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൌൺസിലർമാരായ ആർച്ച അനീഷ്, സന്തോഷ് ബോബൻ, TK ഷാജു, അമ്പിളി ജയൻ, വിജയകുമാരി, അനിലൻ, സ്മിത കൃഷ്ണകുമാർ, മായ അജയൻ, സരിത സുഭാഷ് എന്നിവരാണ് ഉപവാസം നടത്തിയത്. സത്യത്തിൽ ഈ നാട്ടിലെ ജനങ്ങളെ ഒന്നടങ്കം അപമാനപ്പെടുത്തുന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നു ഒട്ടനവധി വർഷമായി ഇവിടെ UDFന്റെ ഭരണസമിതിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്വാഭാവികമായിട്ടും കേരളത്തിലെ അനിയന്ത്രിതമായ വിലക്കയറ്റത്തിനെതിരെ ജില്ലാ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷനു മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി A. സുരേഷ്, MS സമ്പൂർണ്ണ തുടങ്ങിയവർ സംസാരിച്ചു. യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവല്ലാമല പുറ്റാനിക്കാട്ടിൽ ചന്ദ്രസേനന്റെ മകൻ 24 വയസ്സുള്ള ആകാശിനെയാണ് വീടിന് പുറകിലെ ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എറണാകുളത്ത് പെട്രോൾ പമ്പ് ജീവനക്കാരനായിരുന്നു ആകാശ്. തളിക്കുളത്ത് കടയുടെ പൂട്ട് പൊളിച്ച് പണവും പല വ്യഞ്ജനങ്ങളും കവർന്നു. തളിക്കുളം പുതിയങ്ങാടി ഒന്നാംകല്ലിൽ കുടുംബശ്രീയുടെ മഞ്ഞുതുള്ളി കടയിലാണ് മോഷണം നടന്നത്. രാവിലെ കട തുറക്കാനെത്തിയവരാണ് മോഷണ വിവരം അറിയുന്നത്. 10,000-ഓളം രൂപ നഷ്ടപ്പെട്ടു. വലപ്പാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കേരള കോൺഗ്രസിന്റെ വളർച്ചയും മുന്നേറ്റം UDFന്റെ അടിത്തറ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ കാട്ടൂരിൽ നടന്ന കേരള കോൺഗ്രസ് മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് പാലിത്താഴത്ത് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളൂക്കാരൻ, പ്രോഗ്രാം കോർഡിനേറ്റർ സതീഷ് കാട്ടൂർ, ഭാരവാഹികളായ സേതുമാധവൻ പറയംവളപ്പിൽ, സിജോയ് തോമസ്, PT ജോർജ്, എഡ്വേർഡ് ആന്റണി പാലത്തിങ്കൽ എന്നിവർ സംസാരിച്ചു.
കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കുക, ഡിവൈഡറിന്റെ അപാകത പുനഃപരിശോധിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. കൈപ്പറമ്പ് സെന്ററിൽ നടന്ന പ്രതിഷേധ സമരം കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. കൈപ്പറമ്പ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിൻഡി ഷിജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ടീച്ചൻ തരകൻ, ജില്ലാ സെക്രട്ടറിമാരായ NJ ലിയോ, ആൻസൺ K ഡേവിഡ്, MV ജോസഫ്, KTUC ജില്ലാ പ്രസിഡന്റ് VJ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എരുമപ്പെട്ടി ഫൊറോന കുടുംബ കൂട്ടായ്മ ജനറൽ ബോഡി യോഗം നടന്നു. തൃശൂർ അതിരൂപത ഫിനാൻസ് ഓഫീസർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷത വഹിച്ചു. ഫൊറോന അനിമേറ്റർ ഫാദർ ഷാൻഡോ തലക്കോട്ടൂർ, കൺവീനർ ബിജു C വർഗീസ്, സെക്രട്ടറി ഡോക്ടർ ജോൺസൺ ആളൂർ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം ബീച്ച് കമ്മ്യൂണിറ്റി സെന്റർ വായനശാല വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ, പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. കയ്പമംഗലം ഫിഷറി സ്കൂളിൽ സംഘടിപ്പിച്ച ക്ലാസ് പഞ്ചായത്ത് അംഗം PK സുഗന്യ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് സജീവൻ പള്ളായിൽ അധ്യക്ഷനായി. സൈക്കോളജിസ്റ്റ് ഷാലിമ ഹനീഫ് ക്ലാസ് നയിച്ചു. വായനശാല മേഖലാ സമിതി കൺവീനർ KB അനിൽ, വനിതാ വേദി പ്രസിഡന്റ് രമ ദേവാനന്ദൻ, വായനശാല സെക്രട്ടറി KV വത്സകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ വളപ്പ് ശുചീകരിച്ച് ജനമൈത്രി പോലീസും വിദ്യാർത്ഥികളും. ജനമൈത്രി പോലീസ് സമിതി അംഗങ്ങൾ കുടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടി തമ്പുരാട്ടി സ്മാരക ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, P ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ NSS വോളണ്ടിയർമാർ ശുചീകരണത്തിൽ പങ്കാളികളായി. മതിലകം കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയും ആർട്സ് ഓഫ് കളരിപ്പറമ്പും ചേർന്ന് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു. T ശശിധരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കളരിപ്പറമ്പ് PPM ഹാളിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ PM സിജിത്ത് അധ്യക്ഷത വഹിച്ചു. VSന്റെ സ്മരണയ്ക്കായി പ്രിസം പാലിയേറ്റീവ് കെയറിന് നൽകിയ സംഭാവന ഭാരവാഹികളായി TC രാമനാഥൻ, ഹംസ YP പാടത്ത്, MB വിപിൻ, PI ദിൽഷാദ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം മന്ത്രി R ബിന്ദു നിർവഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് സാബു കൂനൻ അധ്യക്ഷനായിരുന്നു. കത്തീഡ്രൽ വികാരി ഡോക്ടർ ഫാദർ ലാസർ കുറ്റിക്കാടൻ, ട്രസ്റ്റി PT ജോർജ്, ഡോക്ടർ രവി മൂസ്, ജനറൽ കൺവീനർ ബാബു ആന്റണി, ജോയിന്റ് കൺവീനർ പൗലോസ് താണിശ്ശേരിക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. കോടശ്ശേരി മല ശിവപാർവതി ക്ഷേത്രത്തിലെ ഇല്ലനിറ ക്ഷേത്രം മേൽശാന്തി സജയൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ K അജിത് കുമാർ, സെക്രട്ടറി MN ലതീന്ദ്രൻ, ട്രഷറർ V അനന്തകൃഷ്ണൻ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഭക്ഷണം കഴിക്കാനും ശൌചാലയ സൗകര്യത്തിനും വെള്ളത്തിനുമായി വിഷമിച്ച നാലമ്പല തീർത്ഥാടകരെ ഓഫീസിനകത്തേക്ക് സ്നേഹത്തോടെ ക്ഷണിച്ച് കുഴൂരിലെ KCB ജീവനക്കാർ. KCB കുഴൂർ സെക്ഷൻ ഓഫീസിലേക്കാണ് ക്ഷണിച്ചതെന്നറിഞ്ഞപ്പോൾ ആദ്യം തീർത്ഥാടകർ അമ്പരന്നെങ്കിലും മഴ നനയാതെ ഭക്ഷണം കഴിക്കാനും ശൌചാലയം ഉപയോഗിക്കാനും കഴിയുമെന്നായപ്പോൾ വലിയ സന്തോഷമായി. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശികളായ വെള്ളാവ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ശനിയാഴ്ചയാണ് വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ പുറപ്പെട്ടത്. അവസാനമായി എത്തിയത് നാലമ്പല ദർശനത്തിനായാണ്. 45 സ്ത്രീകളും 5 പുരുഷന്മാരുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. മൂഴിക്കുളം ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് പായമ്മലിലേക്കുള്ള യാത്രക്കിടയിലാണ് കുഴൂർ KCB സെക്ഷന് മുൻപിൽ വഴിയോരത്ത് ബസ് നിർത്തിയത്. വെള്ളത്തിനും മഴ നനയാതെ ഭക്ഷണം കഴിക്കാനും ശൌചാലയത്തിനുമായി ഓടി നടക്കുന്നതിനിടയിലാണ്
KSEB ജീവനക്കാർ അടുത്തെത്തിയത്. ഓവർസിയർ VR പ്രദീപ് റോഡിലേക്കിറങ്ങി അവരെ ക്ഷണിച്ചപ്പോൾ സബ് എഞ്ചിനീയർ MC ബിന്ദുവും ലൈൻമാൻമാരായ റിജോ, ജോയി, ദേവൽകുമാർ, സ്റ്റാലിൻ എന്നിവരും തീർത്ഥാടകരെ സ്വീകരിക്കാൻ റോഡിലേക്കെത്തി. തളിപ്പറമ്പ് വെള്ളാവിന്ന് നാലമ്പല ദർശനത്തിനെത്തിയതാണ്. ഇവിടെ ചായ കുടിക്കാനുള്ള സൗകര്യം, ടോയ്ലറ്റും തന്നതിന്, വെള്ളവും തന്നതിന് വളരെയധികം നന്ദി. നാലമ്പല തീർത്ഥാടകർക്ക് ഭക്ഷണം കഴിക്കാനും പ്രാഥമിക കാര്യങ്ങൾക്കും പൊതു ഇടങ്ങളില്ലാത്തത് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. TCV ന്യൂസ്, മാള. തലപ്പള്ളി NSS താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി സമ്പൂർണ്ണ രാമായണ പാരായണം സംഘടിപ്പിച്ചു. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ഋഷികേശ് ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, യൂണിയൻ സെക്രട്ടറി S. ശ്രീകുമാർ, യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മേരാ യുവഭാരത് തൃശൂർ, നെഹ്റു സ്മാരക വായനശാല, തളി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കാർഗിൽ വിജയ് ദിനം ആഘോഷിച്ചു. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CU അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് AV ശ്രീധരൻ അധ്യക്ഷനായി. വായനശാല സെക്രട്ടറി CK വിനോദ്, വൈസ് പ്രസിഡന്റ് TP ഹമീദ്, സിന്ധു ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടങ്ങോട് പഞ്ചായത്ത് 9-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് CK ശിവരാമൻ അധ്യക്ഷനായി. കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, മണ്ഡലം വൈസ് പ്രസിഡന്റ് KU സണ്ണി, സജീവ് ചാത്തനാത്ത, PU പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. ആളൂർ അരിക്കാട്ട് കുടുംബയോഗം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഇൻവെർട്ടർ നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ സ്വിച്ച് ഓൺ നിർവഹിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ അരിക്കാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. കുടുംബയോഗം ചാരിറ്റി കമ്മിറ്റി കൺവീനർ ഷോളി അരിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ IIAHSR പാരാമെഡിക്കൽ കോളേജിൽ വിവിധ കോഴ്സുകളിലെ പുതിയ ബാച്ചിന്റെ ക്ലാസുകൾ ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്കായി ആധുനിക രീതിയിലുള്ള ലാബാണ് കോളേജിൽ സജ്ജമാക്കിയിരിക്കുന്നത്. ആരോഗ്യശാസ്ത്ര രംഗത്തെ ആധുനിക സാങ്കേതിക വിദ്യകളുടെ വിദ്യാഭ്യാസം ഏറ്റവും മികച്ച രീതിയിൽ ലഭ്യമാക്കുന്ന സ്ഥാപനമാണ് കുറുപ്പം റോഡിലെ തൃശൂർ ട്രേഡ് സെന്ററിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് ആൻഡ് റിസർച്ച് പാരാമെഡിക്കൽ കോളേജ്. UGC അംഗീകാരമുള്ള വിവിധ പ്രമുഖ യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ വൈഫൈ, AC, സ്മാർട്ട് ക്യാമ്പസോട് കൂടിയ കോളേജിൽ ആതുര സേവന രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വിദഗ്ധരായ ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും നേതൃത്വത്തിലാണ് ക്ലാസുകൾ നടക്കുന്നത്. കോഴ്സ് പൂർത്തീകരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിനോടകം 100% പ്ലേസ്മെന്റ് ഉറപ്പാക്കിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിഗ്രി, ഡിപ്ലോമ കോഴ്സുകളിൽ 1 വർഷം പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് NAC അക്രഡിറ്റഡ് ആശുപത്രികളിൽ പെയ്ഡ് ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും ഉറപ്പു നൽകുന്നു. കൂടാതെ 5000-ൽ പരം ലാബ് ആൻഡ് ഹോസ്പിറ്റാലിറ്റിയുമായി കൈകോർത്ത് പ്രവർത്തിക്കുന്നതിനാൽ പഠനശേഷം വിദ്യാർത്ഥികൾക്ക് മുടക്കുമുതലില്ലാതെ തന്നെ ലാബ് തുടങ്ങുവാനുള്ള സൗകര്യവും ചെയ്തു നൽകും. കോളേജിലെ അതിനൂതന സൗകര്യങ്ങളോടുകൂടിയ ലാബിന്റെയും പുതിയ ബാച്ച് ക്ലാസുകളുടെയും ഉദ്ഘാടനം തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് നിർവഹിച്ചു. മുഖ്യ അതിഥിയായി എത്തിയ മുൻ വിദ്യാർത്ഥിയും ടെലിവിഷൻ താരവുമായ റനീഷ റഹ്മാൻ വിദ്യാഭ്യാസ മികവിനെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. അക്കാദമി പ്രിൻസിപ്പാൾ ഡോക്ടർ ശ്രുതി രാമചന്ദ്രൻ, വൈസ് പ്രിൻസിപ്പാൾ ബിനീഷ അനൂപ്, അഡ്മിൻ അക്കാദമിക്സ് റിൻഡ ജിക്സൺ, ഡയറക്ടർ ഓഫ് അഡ്മിഷൻ റോണി ഫ്രാൻസിസ്, അക്കാദമിക് ഹെഡ് ഡോക്ടർ സൗരവ്, ഫാക്കൽറ്റി കാതറിൻ ജോസ് എന്നിവർ സന്നിഹിതരായി. ലഹരിക്കെതിരെയുള്ള പ്രചാരണത്തിന്റെ ഭാഗമായി ദൃശ്യ ഗുരുവായൂർ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന മത്സരം ദേവസ്വം ഭരണസമിതി അംഗം C. മനോജ് ഉദ്ഘാടനം ചെയ്തു. ദൃശ്യ പ്രസിഡന്റ് KK ഗോവിന്ദദാസ് അധ്യക്ഷത വഹിച്ചു. സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി, സ്വാമി ഡോക്ടർ A. ഹരിനാരായണൻ, ദൃശ്യ സെക്രട്ടറി R. രവികുമാർ, R. ജയകുമാർ എന്നിവർ സംസാരിച്ചു. CPI തൃശൂർ മണ്ഡലം കമ്മിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ശില്പശാല സംഘടിപ്പിച്ചു. KK വാര്യ ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ കൌൺസിൽ അംഗം സാറാമ റോബ്സൺ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി മെമ്പർമാരായ I. സതീഷ് കുമാർ, PV ഗോപി, റോയ് K. പോൾ, CPI തൃശൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് KB സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു.
മുതുവട്ടൂർ മഹല വിദ്യാഭ്യാസ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ സഹായധനം വിതരണം ചെയ്തു. ചാവക്കാട് നഗരസഭാ കൌൺസിലർ KV സത്താർ ധനസഹായ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. മഹല ട്രഷറർ TS നിസാമുദ്ദീൻ അധ്യക്ഷനായി. മഹല വിദ്യാഭ്യാസ സമിതി കൺവീനർ PV ഫൈസൽ, മഹല കമ്മിറ്റി അംഗം RV അബ്ദുൾ റഷീദ്, മഹൽ സെക്രട്ടറി PV ഉസ്മാൻ, MP ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ചിറമനേങ്ങാട് കോൺകോഡ് സ്കൂളിൽ AI വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡേസൻ പനങ്ങാടർ ഉദ്ഘാടനം ചെയ്തു. ഇടം പ്രസിഡന്റ് IK മിനി അധ്യക്ഷയായി. റിസോഴ്സ് പേഴ്സൺ ജിയോ ജെയ്സൺ, ഫെസിലിറ്റേറ്റർ ചിന്തു സുജിൻ എന്നിവർ ക്ലാസ് എടുത്തു. MBBS നേടിയ ഇടം അംഗം ആക്കപ്പറമ്പിൽ ഉസ്മാന്റെ മകൾ ഡോക്ടർ ഷുരൂഖിനെ ചടങ്ങിൽ ആദരിച്ചു. ഇടം രക്ഷാധികാരി OS സുധാകരൻ, സെക്രട്ടറി ഷൌക്കത്ത് കടങ്ങോട്, പ്രസിഡന്റ് IK മിനി, KP ജയൻ, അക്ബർ അലി, KR രാധിക എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത 66 പാലത്തിന് മുകളിൽ വിള്ളൽ വീണത് 50 മീറ്റർ നീളത്തിൽ. വാർത്ത വന്നതോടെ കണ്ണിൽ പൊടിയിട്ട ഓട്ടയടക്കം. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്കാ സഭ മുഖപത്രം. മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമെന്ന CBCI പ്രസിഡന്റ് മരാൻറ്റുസ് താഴത്ത്. പ്രതിഷേധമറിയിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രസനാധിപൻ യോഹന്നാൻ മോർ മിലിത്തിയോസ്. കോർപ്പറേഷന്റെ മൾട്ടി ലെവൽ പാർക്കിംഗ് ടവറിൽ വീണ്ടും കാർ കുടുങ്ങി. കോർപ്പറേഷന്റേത് കുറ്റകരമായ നാസ്തിയെന്ന പ്രതിപക്ഷ നേതാവ് രാജൻ ജയപ്പൻ. വടക്കാഞ്ചേരി അകമലയിൽ കടുവ ഇറങ്ങിയതായി സൂചന. 6 ഇഞ്ചോളം വ്യാസമുള്ള കാൽപ്പാടുകളാണ് ചെളിയിൽ പതിഞ്ഞിട്ടുള്ളത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.